ഇപ്പോൾ കല്ലിന്റെ നിറം മാറാൻ തുടങ്ങി 9 ദിവസമായി. അന്ന് രാത്രി മിട്ടുവും മൈനയും ചുൻമുന്നും എല്ലാവരും കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ മൈനയും മിട്ടുവും എഴുന്നേറ്റ് നോക്കിയപ്പോൾ കല്ലും കാണാനില്ല, ചുൻമുന്നിനെയും കാണാനില്ല. അപ്പോൾ സിംഹരാജാവ് മൃഗങ്ങളുമായി ഗുഹയിലേക്ക് വന്നു. ഇന്ന് 10ാമത്തെ ദിവസമാ. ആ കല്ല് കൊണ്ടുവരേണ്ട സമയമായിരിക്കുന്നു. എവിടെയുണ്ട് ആ കല്ല്? അത് കേട്ട് മിട്ടുവും മൈനയും അദ്ദേഹത്തോട് എല്ലാം പറഞ്ഞു. വെളിയിൽ നിന്നും വന്ന് ആ പക്ഷിയെ നിങ്ങൾ എങ്ങനെയാ വിശ്വസിച്ചത്? ഇല്ല, ഞാനിത് എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്താം. കാരണം ചുൻമുൻ മോഷ്ടിക്കില്ല. ആ ഗോൾഡി പരുന്താ ചുൻമുനെയും കല്ലിനെയും രണ്ടിനെയും കൊണ്ടുപോയത്. അങ്ങനെ പറഞ്ഞ് മിട്ടു അവിടെ നിന്നും പുറപ്പെട്ടു. നല്ല വെയിലുണ്ടായിരുന്നതുകൊണ്ട് കാടിന്റെ കാലാവസ്ഥയും മാറി. ഇലകളെല്ലാം വാടാൻ തുടങ്ങി. നല്ല വെയിലുണ്ടായിരുന്നതുകൊണ്ട് മൃഗങ്ങൾക്കെല്ലാം അസുഖം വന്നു.